ഹലോ കൂട്ടുകാരെ, ഹാപ്പി ബർത്ത്ഡേ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ലവ്ലി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. അപ്പൊ നമ്മൾ ആഘോഷിക്കാൻ പോവാണ് ഇതൊക്കെ. അങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിന്ന് സിനിമയ്ക്ക് പോവാണ്. നമ്മുടെ എമ്പുരാന് പോകാൻ കേട്ടോ, എല്ലാരും കൂടെ എമ്പുരാന് കാണാം. പക്ഷെ അതിനകത്ത് വലിയ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ പൊന്നു ഉണ്ടല്ലോ, പൊന്നു ലൂസിഫർ കണ്ടിട്ടില്ല. പൊന്നുവിന് ലൂസിഫർ കാണിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ രാത്രി അത് കാണിച്ചു. പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പൊന്നു കൂർക്കം വെച്ച് ഉറങ്ങാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലായില്ല അതിന്റെ തുടക്കം. കുഞ്ഞാ, നീ അത് കാണാണ്ടാണ് എമ്പുരാൻ കാണാൻ പോകുന്നത്, പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ പറഞ്ഞു അത് കാണാണ്ട് ഇത് കാണാൻ പോയി ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ പൊന്നു സമ്മതിക്കുന്നില്ല. എന്തായാലും പോയി കണ്ടിട്ട് മനസ്സിലാവില്ല എന്നൊക്കെ നമുക്ക് നോക്കാം. അല്ലേ, എനിക്ക് KGF ഞാൻ കൊറേ തവണ കണ്ടു, പക്ഷെ എനിക്ക് KGF മനസ്സിലായിട്ടില്ല. അത് മാത്രം അറിയാം എനിക്ക്. അമ്മയേക്കാൾ വലിയ പോരാളില്ല. പിന്നെ അതേപോലെ എനിക്ക് ലൂസിഫറില് അത് ഞാൻ എന്റെ പല്ലുണ്ടല്ലോ, എന്റെ പല്ലിന് പൊന്നു പല്ല് വെളുക്കാൻ വേണ്ടിട്ട് ഒരു പൊടിക്കൈ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പൊടിക്കല്ല, ഉമിക്കരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഉമിക്കരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കരിച്ചിട്ട്. വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാട്ടോ. സമ്മന്റെ പല്ലുണ്ടോ ചിരിച്ച സംഭവം വെളുത്ത് പാറോ ഇനി എന്റെ പല്ല് കരിനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അത് ഉമിക്കരി കൊണ്ട് തേച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾ ഉമിക്കരി കൂടി ശരിക്കും യൂസ് ചെയ്ത് നോക്കും കേട്ടോ. വീട്ടിലൊക്കെ ഉമിക്കരി ഉണ്ടാക്കിയിട്ട് എന്ത് സൂപ്പറാ. ഒറ്റ തേപ്പിന് പല്ലിന്റെ കളറൊക്കെ പരസ്യം ചെയ്യുന്ന കൂട്ടുകാരെ, എന്റെ പല്ലുണ്ടാവും മഞ്ഞ പല്ല്. എനിക്ക് ചിരിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല. ഇത് എന്റെ പല്ല്, ഞാൻ പല്ല് തേക്കാത്തത് കൊണ്ടായ പല്ലല്ല, മഞ്ഞപ്പല്ലല്ല, ചെറുതായിട്ടൊരു ലൈറ്റ് ഷെയ്ഡ് മഞ്ഞയാണ്. അതാണ് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ ഇന്ത്യൻ വംശജന്റെ പല്ല് അങ്ങനെയാ. അതാണ് നമ്മുടെ ഇത് അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെയോ എന്റെ പല്ല് എന്തായാലും ചെറുതായിട്ട് മഞ്ഞ കളറായിരുന്നു. വെളുത്തിട്ട് എന്റെ പല്ല് എന്തായാലും ചെറുതായിട്ട് മഞ്ഞ കളറൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ആ കരി പൊന്നു ഉണ്ടാക്കി ഉമിക്കരി ഉണ്ടാക്കി തന്നപ്പോഴേന്ന് പല്ലിട്ട് തേച്ചപ്പോഴേക്കും പെട്ടെന്ന് മാറി കേട്ടോ. മാറുമൊന്നുമില്ല, നിനക്ക് ഇപ്പോഴും ലൈറ്റ് മഞ്ഞ ഷെയ്ഡ്. ഞാൻ നോക്കുമ്പോ എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. പല്ല് തേക്കാണ്ടിരുന്നിട്ട് തേച്ചപ്പോ ഒരു മാറ്റം വന്നു. എന്റെ പൊന്നു, നീ ഉണ്ടാക്കി തന്ന സാധനം നല്ലതാണെന്ന് പറഞ്ഞാൽ നിന്നെ ഒന്ന് സെറ്റപ്പ് ആക്കാൻ നോക്കിയപ്പോ നീ എന്നെ താഴ്ത്തുക. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഈദ് മുബാറക് ആയിട്ട് നമ്മൾ ഇന്ന് എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കണം. നല്ല സന്തോഷം, സമാധാനം, എല്ലാവരോടും സ്നേഹം, അതേപോലെ നല്ല ഫുഡ് കഴിക്കണം. മുഖത്തൊക്കെ കണ്ടോ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഗർജിക്കുന്ന സിംഗൊക്കെ തന്നെ. അപ്പൊ സ്നേഹം, ലവ്, നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈദിന്റെ ദിവസം കേട്ടോ. വല്ല മട്ടൻ മന്തി, ചിക്കൻ മന്തി, ബീഫ് മന്തിയും അല്ല, അതൊക്കെ പറയുമ്പോ സാമ്പ എനിക്ക് മേടിച്ചെങ്ങാനും തന്നാലോ. എന്റത് ലിപ്സ്റ്റിക്കോ? വെയിറ്റ് ഇപ്പൊ വരവേ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്നേക്കുവാ. വേറെ കളർ ലിപ്സ്റ്റിക് ഇട്ട്, സാധാരണ ഇടുന്ന കളറല്ല, ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഇട്ട്. ഞാൻ അയച്ചെന്താ ചുണ്ട് ഇങ്ങനെ കറുത്തിരിക്കുന്നത്? എടി കുഞ്ഞാ, ലിപ്സ്റ്റിക് ചുവന്നിരിക്കുന്ന ലിപ്സ്റ്റിക് അല്ലേ തേക്കണ്ടേ? നീ കറുത്തിരിക്കുന്ന ലിപ്സ്റ്റിക് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ലേ? ഇതാണ് കൂട്ടുകാരെ സ്വിസ് ബ്യൂട്ടിയുടെ പുതിയ ഷെയ്ഡ് ഡ്യൂ ലിപ് കളർ. ഇത് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. ഇതെന്താ ചോക്കോ സ്പൈസ്. അതായിട്ട് ചോക്ലേറ്റിന്റെ കളറാ. ചോക്കോ സ്പൈസ്. ഇത് രണ്ട് സൈഡ് ആട്ടോ. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. മണമൊന്നുമില്ല അങ്ങനെ, ചെറിയൊരു ഷെയ്ഡ് മണം. ഈ ഡാർക്ക് ഷെയ്ഡ് നമ്മൾ തട്ടത്തിടുക, എന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് ഉള്ളിലിടാം. ആഹാ, ഈ സാധനം വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. ക്രേസ് സ്വിസ് ബ്യൂട്ടിയുടെ ക്രേസ് അല്ലേ? സ്വിസ് ബ്യൂട്ടിയുടെ ക്രേസ് ഡുവോ ലിപ് കളർ. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ആ സാധനം വേണമെങ്കിൽ രണ്ട് ഷെയ്ഡ് ഉണ്ട്, രണ്ട് സൈഡിലും ലിപ്സ്റ്റിക് ഉണ്ടാവും. അവൻ എന്റെ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഷെയ്ഡിനെ കുറിച്ച് എന്താ അറിയാ? ഇതേതാ ഷെയ്ഡ് എന്ന് പറ നീ. എന്നാല് വേറെ സൂത്രം കാണിച്ചുതരാം. നമ്മുടെ പൊന്നുവിന്റെ മുഖത്ത് കണ്ടോ, ഇവിടെ മുഖത്ത് മൊത്തം കുഞ്ഞു കുഞ്ഞു പാടുകളും കാര്യങ്ങളും, കുരുവൊക്കെ വന്നിട്ട് പൊന്നു ഇങ്ങനെ പൊട്ടിക്കും. പൊന്നിന് ഇങ്ങനെ എന്താ പറയാ, കുഞ്ഞു പിള്ളേരെ പോലെ പൊന്നു. കുരു പൊട്ടിക്കരുതെന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് കളിക്കും കേട്ടോ. ഞാനൊരു കോമഡി കാണിക്കട്ടെ. കുഞ്ഞു പിള്ളേരുടെ പോലത്തെ സ്വഭാവമാട്ടോ സംഭവിക്ക്. പൊട്ടിച്ചൊട്ടിച്ചത് ഇവിടെ മൊത്തം പാടായി. പാടൊക്കെ തന്നെ പോകണം. ആമ്പിള്ളാരുടെ മുഖത്ത് പാടൊക്കെ പെട്ടെന്ന് അതങ്ങനെ കെയർ ചെയ്യത്തില്ല. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല. പെൺകുട്ടികളാണ് കെയർ ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് കെയർ ചെയ്യൂലേ മുഖത്ത് പാടൊക്കെ വന്നാല്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടി പൊന്നുവിന്റെ മുഖം നമ്മുടെ പരസ്യത്തില് കാണുന്ന പോലെ എന്ത് സെലിബ്രിറ്റി സ്കിന്നാൻ വേണ്ടി അതിൽ കുറെ ആൾക്കാർ ഗ്ലൂട്ടോ തൈവാണല്ലേ പേര്,
ഗ്ലൂട്ടോതയോൺ. ആ കണ്ടന്റ് ഉള്ള സൈസ് ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിക്കുന്നു, സെലിബ്രിറ്റീസ് കഴിക്കുന്നത് നമുക്ക്. അതൊരു ടാബ്ലറ്റ് ആണ്. അപ്പം ആ സംഭവം കഴിച്ചു നോക്കിയിട്ടില്ല ഇതുവരെയായിട്ട്. പൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് അതിന്റെ റിവ്യൂ പറയാന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാന് കാരണം പ്രൊമോഷനിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, മനസ്സിലാവാണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന ഷോർട്സിലൂടെയാണ് കേട്ടോ. അപ്പോൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ നമ്മുടെ കറക്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ പറയൂലല്ലോ. അതെ, അങ്ങനെയല്ലടാ പറയണ്ടേ പൊട്ടാ. നമ്മള് കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് വന്നു, ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് എന്താ ഇങ്ങനെ ഉമ്മയൊക്കെ വെച്ച് നോക്കി സംഭവം. അപ്പൊ ഇപ്പൊ ആ സാധനം അതായത് ഗ്ലൂട്ടോതയോൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയാന്ന് പറയാം. അതിങ്ങനെ കലക്കി കുടിക്കുന്ന ജ്യൂസ് വരെ കുടിക്കുമെന്തോ അല്ല. അപ്പൊ എങ്ങനെയാ കഴിക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ പൊന്നുവിന്റെ റിയൽ ആയിട്ട് എന്താണ് പൊന്നുവിന് കിട്ടുന്ന എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. കഴിക്കുമ്പോഴത്തേക്ക് ഇതാവത്തൊന്നുമില്ല. എടി ഇപ്പൊ കഴിക്കുമ്പോ എനിക്ക് ചൊവയൊക്കെ ടേസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞു. അത് ഏകദേശം ഇത്ര 2 ആഴ്ച അങ്ങോട്ട് കഴിക്കുമ്പോ അല്ലേ മുഖത്ത് മാറ്റങ്ങളൊന്നും തുടങ്ങുക, മോൻ ഗ്ലോ ആവുന്നൊക്കെ പറയും. സെലിബ്രിറ്റി സ്കിന്ന് ഇനി രാത്രിയോടെ ലൈറ്റ് ഒന്നും വേണ്ട. ചിക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ അല്ലേ, ഇതാണ് സാധനം കേട്ടോ. ഇതാണ് പ്രൊഡക്റ്റ്. ചിക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലൂട്ടോതയോൺ 500 mg ഗ്ലൂട്ടോതയോൺ വൈറ്റമിൻ സി സ്കിൻ റേഡിയൻസ്. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയത് കാരണം തന്നെ നമുക്ക് വൈറ്റമിൻ സിന്റെ ടാബ്ലറ്റ്സ് വേറെ എടുക്കണ്ട. ഗ്ലോ കിട്ടാൻ വേണ്ടിട്ട് വൈറ്റമിൻ സിന്റെ സിറോ ഒക്കെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ അങ്ങനത്തെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ സിറോ യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളത്. നമ്മളങ്ങനെ സിറോ അതുപോലെ തന്നെ അധികം ബ്യൂട്ടി പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്കൊരു സൺസ്ക്രീൻ എപ്പോഴോ മേടിച്ചു തന്നെ, അത് ഞാൻ ഇന്നും അത് തന്നെ തീർന്നു പോയാലോ ടെൻഷൻ അടിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് തന്നു. ഡോക്ടർ തൊട്ട് ഇവിടം വരെ എടുക്കണ്ടേ സൺസ്ക്രീൻ അല്ലേ. പക്ഷെ അപ്പൊ എന്തായാലും നമുക്ക് ഈ സാധനം യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അല്ലേ. ഞാനൊന്ന് തിളങ്ങി പാറട്ടെ. തിളങ്ങോ പാറോ എന്താ നമുക്ക് നോക്കാം കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോ ശരിക്കും കാണാം മുഖത്തിന്റെ കോല എങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഇപ്പൊ കഴിക്കുമ്പോ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളമുണ്ട്. ഇത് നമ്മൾ കുറെ എടുത്ത് ഇതിന്റെ പരസ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വാങ്ങിച്ചു തുറക്കുന്നു നോക്ക്. ഇതൊരു റബ്ബർ പോലത്തെ നല്ല മണം. മറ്റേ ഗ്ലൂക്കോവീറ്റ മിഠായി ഇല്ലേ, പണ്ടത്തെ ഗ്ലൂക്കോവീറ്റ മറ്റൊരു മിഠായി ഇല്ലേ, ഇങ്ങനെ ഗ്ലൂക്കോസിന്റെ ടേസ്റ്റ് ഉള്ള അതിന്റെ മണം അല്ലേ. മണമൊക്കെ നല്ല രസം കേട്ടോ. ഇനി നമുക്ക് ടാബ്ലറ്റ് എടുത്ത് നോക്കാം. ടാബ്ലറ്റ് പോരട്ടെ പൊട്ടിപ്പോയില്ല കേട്ടോ. ഇതെങ്ങനെയാട്ടോ ഇരിക്കുന്നേ. പണ്ട് സ്പോർട്സ് ഒക്കെ കഴിയുമ്പോ ഓടി കഴിയുമ്പോ നമുക്കൊരു ഇത് തരില്ല അവര്, എന്ത് ഇങ്ങനത്തെ സാധനം. എടാ ഇങ്ങനത്തെ ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നില്ല നമ്മുടെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിട്ട്. അതാണിത് അല്ല അതുപോലത്തെ. പക്ഷെ അതുപോലെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നില്ലേ, എന്തോ ആവുന്നുണ്ട് കയ്യിലിട്ടോ. നമുക്ക് വെള്ളത്തിലേക്ക് ഇടാവേ. ഇത് നനവെച്ച് പോലും തട്ടിയിട്ടുണ്ടെങ്കിൽ അലക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തേക്കാണ് പോണേ. കാണുന്നുണ്ടോ? നീ ഇട്ടോ നീ ടെൻഷൻ അടിക്കുന്നത്. എന്റെ മോനെ സോഡയോ? എന്റെ മോനെ പതച്ചൊക്കെ വരുന്നു. സ്ട്രോബെറിന്റെ ഫ്ലേവർ ആട്ടോ. കണ്ടോ ഒച്ചയൊക്കെ നിങ്ങള് സോഡ കുടിക്കുന്ന വെച്ചാ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പ് സോഡയൊക്കെ കുടിക്കാന്. അപ്പ കരയും. ഇതെന്താ വെച്ചാ ഇത് ഡെയിലി ഓരോ ടാബ്ലറ്റ് വെച്ച് കഴിക്കണം. ആഫ്റ്റർ ഫുഡ് അല്ലേ, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഡെയിലി ഓരോ ടാബ്ലറ്റ് വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചിട്ട്. സ്കൈ വന്നേ. സ്കൈ എന്റെ ചോമ്പണി അപ്പഴത്തെ പോയി മുടി വരണ്ടേ നമുക്ക്. ചുഴലിയോ കാണാവോ? അങ്ങനെയൊക്കെ ഉണ്ടാവും കുഞ്ഞാ. എങ്ങനെയാ ഇതെന്റെ സാധനം. ഇതാണ് ഗ്ലൂട്ടാതയോൺ. തൈറോയിഡോ ഇത് പിന്നെ ഇതിനകത്ത് കെമിക്കൽ ഫ്രീ ആണ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ക്ലിനിക്കലി കെമിക്കൽ ഫ്രീ എന്നല്ല, ക്ലിനിക്കലി പ്രൂവ്ഡ് ജാപ്പനീസ് ഗ്ലൂട്ടാതയോൺ എന്നൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പൊ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയല്ലേ കളറ്, ഒരു ജ്യൂസ് പോലെ അല്ലേ. ജ്യൂസ് വരെയായിട്ടുണ്ടല്ലേ. ജ്യൂസ് ഒന്നും പറയല്ലേ. ദൈവമേ മുഖം വെട്ടിത്തിളങ്ങണേ ദൈവമേ. കുടിക്കട്ടെ. കുടിച്ചോ.
എന്തോ ഒരു സോഡൻ ടെസ്റ്റ്. സോഡ ടേസ്റ്റാ? അതിൽ സ്ട്രോബെറിന്റെ ഫ്ലേവർ ഇട്ട പോലെ ഉണ്ട്. ആണോ? എന്താ സ്കൈ? എങ്ങനെയുണ്ട്? വലിയ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സാധാരണ സോഡ വെള്ളത്തില് മറ്റേ സ്ട്രോബെറിന്റെ ഒരു കുറിച്ച് ഫ്ലേവർ. അതായത് എന്താ സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്ന പോലെ അത്ര ഉണ്ടാവുള്ളൂ. സോഡ തരിപ്പ് പോലത്തെ ഉണ്ടാവില്ലേ, ചെറുതായിട്ട് തണുത്ത് പോയ സോഡ ലൈമ് കുടിക്കും പോലത്തെ. തണുത്ത് പോയ സോഡ ലൈമോ? നീ എന്തൊക്കെയോ ഞാൻ പറയുന്നേ? എന്തോ ഇല്ലല്ല, കൊച്ചിനല്ല കേട്ടോ. ഇത് കുഞ്ഞു കഴിക്കാൻ പറ്റുന്ന സാധനം അല്ല കേട്ടോ. ഞാൻ തണുത്ത് പോയെന്ന് പറഞ്ഞാൽ തണുപ്പ് കുറഞ്ഞേ. അപ്പൊ നമ്മളത് കഴിച്ചു കേട്ടോ. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല രസമുണ്ട് കുടിക്കാൻ. ഒരു കുഞ്ഞു സോഡ ലൈമ് കുടിക്കും പോലത്തെ ഒരു ഫീൽ കേട്ടോ. കുഞ്ഞേച്ചി. അപ്പോൾ കൂട്ടുകാരെ, പൊന്നു കഴിച്ചേക്കുന്നതാണ് ഈ സാധനമാണ്. നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്താണ് 2 ആഴ്ച കഴിയുമ്പോഴാണ് റിസൾട്ട് മെല്ലെ മെല്ലെ വന്നു കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് വരുന്നൊക്കെ എന്തായാലും കണ്ടറിയാം. എല്ലാ ദിവസവും പൊന്നു ഇനി കഴിക്കുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത് ഫിനിഷ് ചെയ്യും വരെ ഞാൻ കഴിച്ചു നോക്കും. എന്നിട്ട് നമുക്ക് എന്താണ് മാറ്റം ഉള്ളതെന്നൊക്കെ നോക്കാം കേട്ടോ. അതേപോലെ ഉണ്ടല്ലോ, നേരെ അറിയണ്ടേ അത് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണ്ടേ? ഉണ്ടോന്നൊക്കെ നമുക്കും അറിയണല്ലോ. നമുക്കും സെലിബ്രിറ്റികൾക്കും മാത്രം. കൈ പൊള്ളിയില്ലാട്ടോ. കൈ അത് തട്ടിയതുണ്ടോ? കഴിഞ്ഞ ദിവസം ഫുഡുണ്ടാക്കാൻ നേരത്ത് കൈ നോമ്പ് പറയാൻ അന്ന് പറഞ്ഞ ഇപ്പൊ നൈസ് പത്തിരി ഇടിച്ചോട്ടതാ. എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചു കൊടുത്ത് നൈസായി പോയി. കൈ എല്ലാവരും കൈ പൊള്ളിയോ? ലിപ്സ്റ്റിക്കോ? ഇത് എവിടെ നിന്ന് എടുത്തിട്ട് വന്നേ? ഇത് രണ്ടുപേരും കൂടി ഇതിന് വേണ്ടിട്ടാട്ടോ എന്നെ ചുറ്റിപ്പറ്റി നിക്കുന്നത്. അല്ലേ? മെന്റോസ് അല്ല, ഗ്ലൂക്കോവിറ്റ. നിങ്ങൾ കമന്റ് ചെയ്യണേ. ഗ്ലൂക്കാവിറ്റ ഇല്ലേ, അത് കഴിച്ചിട്ടുള്ളത് ഗ്ലൂക്കോവിറ്റ എന്നാണോ? ആ ഗ്ലൂക്കോവിറ്റ ഓറഞ്ച് ടിന്നിലുള്ള ആ സെയിം സംഭവം, സെയിം ഷേപ്പ്, സെയിം മധുരം. അല്ല, ഞാൻ ടേസ്റ്റ് നോക്കില്ല. ഗ്ലൂക്കോസ് പൊടി ഒന്നും ആയിരിക്കില്ല. ഗ്ലൂക്കോസ് പൊടിയാണെങ്കിൽ ഗ്ലൂക്കോസ് പൊടി അങ്ങനെ തിന്നാൽ പോരെ, കുറച്ചെടുത്ത് മുഖത്ത് വെച്ചാൽ മതി ഗ്ലൂക്കോസ് പൊടി. അപ്പോൾ കൂട്ടുകാരെ, ഇതാ സ്കൈ സിനിമയ്ക്ക് പോകാൻ ടൈം. നമ്മൾ 2 മണിക്കാട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. 2 മണിക്ക് ഇനി 1 മണിക്കൂറുണ്ട്. ഞാൻ പോയി കുളിക്കട്ടെ, കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റുഡിയോന്റെ നമ്മുടെ മേലത്തെ റൂഫൊക്കെ ഊരി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടോ ആസ്പെറ്റോസ് ഒക്കെ എടുത്ത് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഉൾവശമാണ് കേട്ടോ ഇത്, മറ്റേത് പുറംവശമാണേ. അപ്പം ആസ്പെറ്റോസിന് ഉൾവശമൊക്കെ നല്ലോണം കഴുകിയിട്ട് നമ്മൾ ചാരി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൻ്റെ പണിയൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്തൊക്കെ നിങ്ങൾ നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മുടെ ഫ്രണ്ടിൽ കണ്ടോ 2 തൂണൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നിരത്ത് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് ലെവലൊക്കെ ആക്കിയായിരുന്നു കേട്ടോ. കണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കോലം. നമ്മുടെ സ്റ്റുഡിയോൻ്റെ ലുക്ക് ഇപ്പോൾ ഇങ്ങനെയായി. അതുപോലെ തന്നെ മേലെ നമ്മൾ കമ്പി വെച്ചു കേട്ടോ. ഈ സൈഡും ആ സൈഡും കമ്പി വെച്ചു. ഇനി നമ്മുടെ മേൽക്കൂര ഇങ്ങനെ പോലെ വെക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പണി മൊത്തം ചെയ്ത് വെച്ചിരുന്നത്. ഏകദേശം ഇപ്പോൾ പണി ഒരു 10-70% ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂഫും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇവിടെ കളിമണ്ണ് കൊണ്ട് ബാക്കി ഫുള്ള് തേക്കാനുള്ളതൊക്കെ തേക്കണം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മണ്ണപ്പം ഇവിടെ ചുട്ടിരിക്കുന്ന ഈ ഉണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മേലേക്ക് കൂടെ ഫുള്ള് കവർ ചെയ്യണം കേട്ടോ ഈ സൈഡ് ഭിത്തി. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡൊക്കെ ഫുള്ള് നല്ല ഫിനിഷിങ് ആക്കണം, തേച്ചിട്ട്. അതുപോലെ തന്നെ മേലെ മൊത്തം കളിമണ്ണ് കൊണ്ട് തേച്ച് നല്ല സെറ്റാക്കാനുണ്ട്, നില സെറ്റാക്കാനുണ്ട്, ഫ്രണ്ട് വശം പുറമൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ കളിമണ്ണ് ഒക്കെ നല്ലപോലെ ഇനി ആവശ്യം നല്ലപോലെ എടുത്തിട്ട് വന്നിട്ട് വേണം ഈ മിക്സാക്കി തേക്കാൻ കേട്ടോ. കുറേ കളിമണ്ണ് എടുക്കേണ്ടി വരും, ചുവന്നുകൊന്നും മടുക്കുമെന്ന് തോന്നുന്നേ. പക്ഷേ എന്തായാലും നമ്മളിത് പണി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, സംതൃപ്തി. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വന്തം പണിതിയ ഒരു സംഭവത്തിനകത്ത് നമുക്ക് ഇരുന്ന് വർക്കൊക്കെ ചെയ്യാനും നമ്മുടെ ഒരു സ്റ്റുഡിയോ ഒക്കെ ആക്കി എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു രസമായിരിക്കുമല്ലോ. എനിക്കങ്ങനെയാണ് കേട്ടോ. നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ സാധനത്തിനകത്ത് കയറി ഇരുന്ന് ആ ഒരു സ്പേസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുക, അതൊക്കെ വെച്ചാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ മോളിക്കുട്ടനാണ് എമ്പുരാന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് മോളിക്കുട്ടൻ സിനിമ കാണൂല കേട്ടോ. ഈ മോളിക്കുട്ടനാണ് സിനിമ കാണൂല, സീരിയൽ കാണൂല, ഒരു സംഭവം ഒരു സിനിമ പോലും. മോളിക്കുട്ടൻ ഏതെങ്കിലും സിനിമ കണ്ടോ ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ സിനിമയോട് വലിയ താല്പര്യം. ഒരു സിനിമ പോലും കണ്ടു നമുക്ക് ഓർമ്മ ഉണ്ടാകത്തില്ല. മമ്മി തിയേറ്ററിൽ വന്ന സിനിമ കാണുവാണെങ്കിൽ മമ്മി ഉറങ്ങി പോകും. മമ്മി സിനിമ കാണത്തില്ല, സീരിയല് ഒട്ടും കാണത്തില്ല. സീരിയലിലെ മൊത്തം കുശുമ്പല്ലേ, മൊത്തം
സീരിയല് മൊത്തം കുശുമ്പല്ല എനിക്ക് ഇഷ്ടമല്ല. മമ്മി സീരിയലോ സിനിമ ഒന്നുമില്ല, ടിവിയോ ഒന്നും കാണില്ല. മമ്മി ഇവിടെ രാവിലെ എണീക്കുമ്പോ തൊട്ട് രാത്രി വരെ മമ്മി അടുക്കളയും ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. എവിടെ ടി വി കാണും? ആ വാർത്തയൊക്കെ ഉണ്ടായാലും വാർത്തയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും ടി വി അങ്ങനെ ഒന്നും കാണത്തില്ല. വാർത്ത ഫുഡൊക്കെ കഴിക്കാനടുത്ത് വല്ല വാർത്ത വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണും. വെച്ചിട്ടുണ്ട് അത് നമ്മള് കാണും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ടി വി ഇവിടെയും കാണുന്ന എല്ലാവരും. അപ്പൊ എമ്പുരാന് മോളിക്കൂട്ടനെ ബുക്ക് എടുത്തോണ്ട് വേണം പോവാന്, അല്ലെ മോളിക്കൂട്ടാ? പൊക്കിയെടുക്കാൻ പറ്റില്ല. കൽക്ക് കാണാൻ പോയിട്ട് പകുതി ഉറങ്ങി പോയിട്ട് മമ്മി പറഞ്ഞു എനിക്കറിയാം മഹാഭാരതം അല്ലേന്ന്. അതേപോലെ കേട്ടോ. അപ്പൊ മമ്മി വേഗം ഉറങ്ങി പോട്ടോ. മമ്മി വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ പെട്ടെന്ന് ഉറങ്ങും. ഫോണിൽ സിനിമ കാണുമ്പോ ഞാൻ ഇപ്പൊ വേഗം ഉറങ്ങി പോകുന്നത്. അതെനിക്ക് മടിയാ, സിനിമ കാണാൻ വരെ മടിയാ. അതാണ് എന്ത് മടിയാണ് എനിക്കറിയത്തില്ല. അതേപോലെ ഇന്ന് നമുക്ക് ഡൂഡു സ്കൈയും കുറേ നാളെ ചോദിക്കുന്നു ഭിത്തിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്ന്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കണ്ട് വന്നിട്ട് ഭിത്തിയിൽ അത് എഴുതി വെക്കാൻ പോവാ. എന്തിനൊക്കെ എന്താ കുഞ്ഞാ ഇവള് കണ്ട് ഈ ഭിത്തി മൊത്തം അന്ന് വരച്ചു വെച്ചേക്കുമായിരുന്നു. നിങ്ങൾ മുന്നത്തെ പണ്ടത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇവിടെ മൊത്തം ആനേനെയും കുതിരേനെയും പക്ഷിയാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മായിച്ച് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത കള്ള നീ കുട്ടികൾ വരയ്ക്കുമ്പോ നീ എന്തായിരുന്നു പറഞ്ഞ അവരുടെ ഭാവി തെളിയട്ടെന്ന്. ഭാവന തെളിയട്ടെന്ന്. അപ്പൊ ഇപ്പൊ വരയ്ക്കുമ്പോ അവന്റെ എന്താ ഭാവന ഇത്ര മതിയോ? അത്ര വരച്ചു കഴിഞ്ഞാൽ അവന് ഭാവന തീർന്നു തോന്നണോ? ഞാൻ കാണിച്ചുതരാം കൂട്ടുകാരെ. ഈ റൂമിലാണേല് നമുക്ക് വരയ്ക്കാനുള്ള സ്ഥലം ഉള്ളത് കേട്ടോ. തുടങ്ങി ഈ ഭിത്തിയിൽ കോലം കണ്ടോ? നോക്ക്. ഹലോ ഗൈസ്, എന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് മൈ ഹോം. ഇത് നിന്റെ വീട് ആണോ? നിന്റെ വീട്. ഇവിടെ എവിടെ അളിയന്റെ വീട്. ഇത് അളിയന്റെ വീട്. ഇത് സുസിയമ്മന്റെ. ഇത് സ്കൈന്റെ വീട്. എന്റെ വീട് ഏതാ? എന്റെ വീട് ഏതാ? അത് എന്റെ വീട് ചെരിഞ്ഞിരിക്കുന്നത്. അത് കോമഡി ഉണ്ട്. ഇത് നോക്ക്. ഇത് ഹെലസണ്ണന്റെ വീട്. ഹെലസണ്ണന്റെ ഒരു വീടുണ്ട്. ഇത് വർഗീസിന്റെ വീടുന്ന്. അല്ല, ഇത് വർഗീസിന്റെ. ഇത് സുസിയമ്മന്റെ. സുസിയമ്മേനെ മാത്രം അവൻ ഇപ്പറ വച്ചിട്ടു. വർഗീസ് ഒന്നും പറയടാ. വർഗീസ് മാമെന്ന് പറ. വീടില്ലാന്ന് പറയുന്നു കേട്ടോ. ഇവിടെയും വീടുണ്ട്, അവിടെ വീടുണ്ട് കേട്ടോ. എല്ലായിടത്തും വീടായി. വലിയ വീടാ. അപ്പൊ നമ്മളെല്ലാരും കൂടി എമ്പുരാൻ കാണാൻ പോവാണ്. ഇന്നൊരു 3 മിനിറ്റ് കട്ടാക്കുന്നതിന് മുന്നേ കാണണമെന്ന് വിചാരിച്ചു. അതെ, കട്ടാക്കി എന്താന്ന് അറിയത്തില്ല. നമ്മള് ശരിക്കും കട്ടാക്കിയിട്ടില്ല. നമ്മൾ വിചാരിച്ച് കാണാൻ. എന്തോ നമ്മൾ പാട്ട് വെച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പൊ പാട്ട് വെച്ചിട്ട് നേരെ കാക്കി സെറ്റ് ചെയ്ത് കാണാട്ടോ. ആദ്യത്തെ ഇത് കാണാത്തതിന്റെ ഒരു വിഷമം. തിയേറ്ററിൽ കയറി കാണുന്നുണ്ട്. ഇത് മാങ്ങോ ജ്യൂസ് അല്ലേ? ഞങ്ങൾ തിയേറ്ററിൽ കയറി കേട്ടോ, സിനിമ കാണാൻ വേണ്ടി പോവാ. അടിപൊളി തീറ്റ മത്സരം പോലെ ഉണ്ട്. ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് നമ്മളാ കയറുന്ന കേട്ടോ. ഫസ്റ്റ് നമ്മൾ കയറി തീറ്റ തുടങ്ങി. ആദ്യം തിന്നു തീർക്കുമ്പോഴേക്ക് ഇന്റർവെൽ ആണ്. അടുത്ത സാധനം വാങ്ങിക്കാം. എടാ വിസിലടിക്കാത്ത എന്താടാ ഒരു എന്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ ആരുടെ റിവ്യൂ വെക്കാൻ നിൽക്കുന്നത് ഞാൻ പറയാം. നിങ്ങൾ പോയി കണ്ടില്ലെങ്കിലുണ്ടല്ലോ എന്റെ കർത്താവേ, ഫസ്റ്റ് ദിവസത്തെ ആ ഷോ തന്നെ കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ ചില സാങ്കേതിക തകരാറുകൾ കാരണം കാണാൻ പറ്റില്ല. അയ്യോ, സിനിമ ഇതാണ് സിനിമ. നിങ്ങള് റൊമാൻറ്റിഫിക്കേഷൻ ഒരു ജാതിയിലൊരു മതമില്ല, വർണ്ണമില്ല. അതാണ് ഇതിന്റെ വർണ്ണം. ഇത്രമാത്രം ഇതെന്തിനല്ലേ ഇങ്ങനെ ഇത്രമാത്രം ഇഷ്യൂസ് എന്തിനാ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അതിപ്പോ നായകൻ കാക്കാന്റെ പേരായി പോയി. ഒരു നായകൻ ഹിന്ദുവായി. അതാ പ്രശ്നം, വേറെ ഒന്നുമില്ല.
എന്റെ മക്കളെ രോമാഞ്ചിഫിക്കേഷൻ. പൃഥ്വിരാജിനും രാജുവേട്ടനും ലാലങ്കിളിനോട് പൃഥ്വിരാജ് ഇപ്പൊ കാണുന്നുണ്ടാവും അതെ, ബാക്കിയുള്ളവരെങ്കിലും കണ്ടാലും എങ്ങാനും ഇത്രമാത്രം ഇങ്ങനെ ആക്രമണം നടത്താൻ അല്ല കിട്ടില്ല പടം. അല്ലേ? ഇതാണ് മൂവി. നിങ്ങൾ സിനിമ പ്രേമികളാണോ? അങ്ങനെയല്ല, എന്റെ നല്ലൊരു പൊന്നു കൂട്ടുകാരെ, നല്ലൊരു സിനിമ കാണുന്നവരാണ് വേറൊരാളുടെ വാക്ക് കണ്ടുപോയി കാണും അല്ലേ? ഞങ്ങള് പോയിരുന്നായിരുന്നെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല, ഞാൻ പോവത്തും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു. കാരണം അത്രയും നെഗറ്റീവ് റിവ്യൂസാ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇടിച്ച് കയറാൻ പാകത്തിന് ആൾക്കാർ അത് കേട്ടിട്ടാന്ന് തോന്നുന്നു ബുക്ക് ചെയ്ത സീറ്റിൽ വരെ ആളുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്, കാണേണ്ട പടം എന്ന് പറഞ്ഞാൽ എന്താ പാടുന്നേ? ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടോ? എന്റെ ചക്കന് വരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കിടിലോസ്കി പട ദൈവമേ എന്ന് ഓർക്കപ്പാട് നേരത്തെ പോയി കാണാൻ പറ്റിയില്ല. നിങ്ങൾ നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ട് കാണാണ്ടിരിക്കണേ, നിങ്ങൾ പോയി കാണണം. അതെ, ഇതെന്നതാ ഇങ്ങോട്ടൊക്കെ സൂപ്പർ അല്ലേ? കാണാണ്ടിരിക്കുന്ന പിന്നെ നല്ല പടമല്ലേ? അല്ലേ? കാണാണ്ടിരിക്കുന്നവർക്ക് നഷ്ടമായി പോവും. ലാലും പ്രതിയൊക്കെ വരച്ചിട്ടുണ്ട്. പൊന്നു പറയണോ സിനിമ കണ്ടിട്ട്? പറ. എന്റെ പൊന്നു കൂട്ടുകാരെ, ആദ്യം മുതൽ അവസാനം വരെ ഈ റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വിഷമം തോന്നി എന്താണെന്നറിയോ? വിസിലടിക്കാൻ അറിയത്തുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോ പൊന്നു അപ്പുറം ഇരുന്നിട്ട് എന്തോ വെച്ചേക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അറിയത്തില്ല പിന്നെ വിസിൽ ചോദിച്ചതോടെ പിന്നെ കൂവാ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി പടം കേട്ടോ. ഇതില് എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതെന്നുള്ളത് അല്ലേ എല്ലാത്തിനും ഉണ്ടാവും കുറെ നെഗറ്റീവ് ബോളികൾ അല്ലേ? അല്ലേ? ചിലവർക്ക് നല്ലത് മാത്രമേ ധൈര്യമുള്ളൂ ഈ ലോകത്ത്. ആ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നത് അതൊക്കെ ഒരു സിനിമയില് 3 മണിക്കൂറത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് അത് കണ്ട് അതവിടെ അത് വെറുതെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞും. പക്ഷെ പുള്ളിക്കാരൻ്റെ ഒക്കെ ഒരു കഴിവേ, പൃഥ്വിരാജിന്റെ മോഹൻലാലിന്റെ ഒക്കെ ഒരു കഴിവേ. അതായത് മോഹൻലാൽ ഞാനായിരുന്നല്ലോ. എന്റെ മോനെ